ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു 5 മിനിറ്റ് കൊണ്ട് ഹെൽത്തി ആയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ്, അതും വെറൈറ്റി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കിയാലോ. എന്നാൽ ചെയ്യാട്ടോ, നല്ല ടേസ്റ്റാണ്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് ഒരു കപ്പ് നമ്മൾ മെഷർമെൻറ്റ് കപ്പിൽ തന്നെയാണ് കേട്ടോ എല്ലാം ചെയ്യുന്നത്. ഒരു കപ്പ് മെഷർമെൻറ്റ് കപ്പിൽ നമ്മൾ കടലമാവാണ് ആദ്യം ഇട്ട് കൊടുത്തത്. പിന്നെ 1/3 കപ്പിൽ ഗോതമ്പ് മാവ്, അതേ കപ്പിൽ ഫുള്ളായിട്ട് എടുത്തില്ല, പകുതിയുള്ള വിലയ്ക്ക് നമ്മൾ റവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഫുള്ളായിട്ട് തന്നെ, അതായത് 1/3 കപ്പിൽ തന്നെ ഫുള്ളായിട്ട് തൈരും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല കട്ടിയുള്ള തൈരാണ് ഞാൻ ചേർത്തത്. നിങ്ങളുടെ അടുത്തുള്ള പോലെ തൈര് ചേർത്ത് കൊടുക്കാം, ഒരുപാട് പുളിപ്പ് വേണ്ട കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ വന്നിട്ട് വെള്ളം മൊത്തത്തിൽ ഒരു 1.25 കപ്പ് വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് കുറച്ച് കുറച്ചായിട്ട് തന്നെ നമ്മൾ ചേർത്തത്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ച് ചേർത്താൽ മതി. ഞാൻ ഏതൊരു പരുവത്തിലാണ് നമ്മുടെ മാവ് വേണ്ടത് അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നല്ല തിക്കാണ് നമ്മുടെ മാവ്, അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പം നമുക്ക് ഈ ഒരു തിക്നെസ്സിലല്ല വേണ്ടത്, നമുക്ക് ദോശമാവിൻ്റെ ആ ഒരു തിക്നെസ് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയല്ലേ. അപ്പോൾ ആ ഒരു തിക്നെസ്സിലാണ് നമുക്ക് കലർത്തിയെടുക്കേണ്ടത്. ഇപ്പോൾ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്, പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർത്തിട്ട് നമുക്ക് വീണ്ടും കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് ഞാനിത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആ ഒരു അളവിലേക്കാണ് നമ്മളത് മാവ് കലർത്തിയെടുക്കേണ്ടത്. അങ്ങനെ നമുക്ക് പിന്നെ കടലമാവിൽ ചെറിയ ചെറിയ കട്ടകളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ. ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ദോശ കറക്റ്റായിട്ട് വരില്ല കേട്ടോ. അപ്പം നല്ല സ്മൂത്തായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മൾ ചേർത്തതിന് ശേഷം ഞാനിത് കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടല്ലോ, ചെറിയൊരു തിക്നെസ് ഇപ്പോൾ ഇതുപോലെ നമ്മൾ തിക്നെസ്സിലാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ആവശ്യത്തിനേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. നമ്മുടെ എരിവിന് ആവശ്യാനുസരണം പോലെയാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഓമം ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇതും കൂടെ ചേർത്തിട്ട് നമ്മളൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ റവ ഒന്നുകൂടി ചെറുതായിട്ടൊന്ന് നമ്മൾ നന്നായിട്ട് കുതിർന്ന് കിട്ടുമല്ലോ. അപ്പോൾ വെള്ളം വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ അപ്പോൾ ഈ ഒരു ലെവലിലേക്കാണ് നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത് കേട്ടോ നമ്മുടെ മാവ്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ ദോശകളിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. കല്ല് നല്ല ചൂടായിട്ടുണ്ട്. അതിൽ നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോലത്തെ നല്ല സ്മൂത്തായിട്ട് പരത്തിയെടുക്കാനും പറ്റും. അതുപോലെ തന്നെ നന്നായിട്ട് നമ്മൾ കല്ലിലൊന്നും ഒട്ടാതെ നല്ല സ്മൂത്തായിട്ട് വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ആവശ്യാനുസരണം പോലെ നമ്മൾ പരത്തിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മളിപ്പോൾ ക്യാരറ്റ് ചേർക്കുന്നുണ്ട്, ചിരകി വെച്ച ക്യാരറ്റ് ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ ഉള്ളിയും ചേർക്കുന്നുണ്ട്. ഇത് നമ്മൾ ചേർക്കുമ്പോഴാണ് ഈ ഒരു ദോശയ്ക്ക് ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ ഒരു ക്യാരറ്റ് ഇല്ലെങ്കിൽ അതും കൂടെ നമുക്ക് മാറ്റി വയ്ക്കാം, പക്ഷേ ജസ്റ്റ് കുറച്ച് ഉള്ളിയെങ്കിലും ഇട്ട് കൊടുക്കണം കേട്ടോ. സാധാരണ നമ്മൾ വെറുതെ ദോശ കഴിക്കുന്നതിന് പകരം ഇതുപോലെ ക്യാരറ്റോ ഉള്ളിയോ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഏതാ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാണ് നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഈ ഒരു ദോശ കഴിക്കുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഇട്ട് കൊടുത്ത് കഴിക്കുമ്പോഴാണ് അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുന്നത് കേട്ടോ. ഇപ്പോൾ ദോശക്കല്ലിന് തനിയെ മാറി വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ്, നമുക്ക് ടെൻഷനൊന്നും വേണ്ട കേട്ടോ. ഇപ്പോൾ ഈ ഒരു മാവിൽ എങ്ങനെ ദോശ വരുമോ എന്നുള്ളത് ഒരു ടെൻഷനൊന്നും വേണ്ട കേട്ടോ. കറക്റ്റായിട്ട് നല്ല സൂപ്പറായിട്ട് തന്നെ വിട്ടു വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമ്മുടെ വെജിറ്റബിൾസ് ഒന്ന് അമർത്തി കൊടുക്കണം. അതിനുശേഷം തിരിച്ചിടുകയാണെങ്കിൽ തിരിച്ചിട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ നമ്മൾ ഇതിപ്പോൾ ഞാൻ നേരെ തിരിച്ചൊന്നും ഇട്ട് കൊടുക്കുന്നില്ല, ഇങ്ങനെ തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു ദോശ റെഡിയാക്കി എടുക്കേണ്ടത്. കറക്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. സാധാരണ ദോശയെ അപേക്ഷിച്ച് ശരിക്കും ഇതൊരു വെറൈറ്റി ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്യാത്തവർക്കാണെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പം എല്ലാവർക്കും ഒരു ചെറിയൊരു സംശയം ഉണ്ടാകും, കടലമാവ് കൊണ്ട് എങ്ങനെയാണ് ദോശ ഉണ്ടാക്കുന്നത്? അത് സാധാരണ നമ്മൾ ബജ്ജിയും അതൊക്കെ ഉണ്ടാക്കാനാണല്ലോ ചെയ്യുന്നത്, പക്ഷേ ദോശ എങ്ങനെയാണ് ടേസ്റ്റ് ഉണ്ടാകുന്നത്? ഇതൊക്കെ വെറുതെ വീഡിയോയ്ക്ക് വേണ്ടി പറയായിരിക്കുന്നതായിരിക്കും നിങ്ങൾ പലരും ചിന്തിക്കുന്നത്. ഒട്ടും ടെൻഷൻ വേണ്ട കേട്ടോ, അടിപൊളിയായിട്ടുണ്ടാവും കഴിക്കുന്ന സമയത്ത് കേട്ടോ. നമുക്കൊരു ശരിക്കും ഒരു വെറൈറ്റി ടേസ്റ്റാണ്. നമുക്കിതിനിപ്പോൾ എനിക്കെങ്ങനെ ടേസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് നമുക്കൊരു മസാല ദോശയുടെ ആ ഒരു ഫീലായിരുന്നു കേട്ടോ നമുക്ക് കഴിക്കുന്ന സമയത്ത് ഉണ്ടാവുന്നത്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ട്രൈ ചെയ്യാം കേട്ടോ. ഞാൻ തന്നെ ഗ്യാരണ്ടി പറയാം കേട്ടോ. ഒരിക്കലും ഇത് ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടാവില്ല എന്ന് ഒരിക്കലും പറയില്ല കേട്ടോ. ശരിക്കും ഇതിന് നമുക്ക് നമ്മൾ ഈ തേങ്ങ ചട്നി, നല്ല തിക്കായിട്ടുള്ള ചട്നി, അതുപോലെ തന്നെ നമ്മൾ വണക്കി അരയ്ക്കുമല്ലോ, അപ്പോൾ അതൊക്കെ ആ ഒരു ചട്നിയൊക്കെയാണ് കേട്ടോ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുണ്ടാകുന്നത്. അങ്ങനെ ഇതുപോലെയാണ് നമ്മൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാൻ കേട്ടോ. അപ്പോൾ ഇനി ടെൻഷൻ വേണ്ട, 5 മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാമെന്ന് പറയുന്ന സമയത്ത് ഉറപ്പായിട്ടും എല്ലാവർക്കും ധൈര്യമായിട്ട് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു ഹെൽത്തി ആയുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. ഉറപ്പായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ടെക്സ്ചറാണ് കേട്ടോ നമുക്ക് ഈ ഒരു ദോശ കഴിക്കുന്ന സമയത്ത്.
എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കൂടെ തന്നെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ. ചൂടോടെ കഴിക്കുകയാണെങ്കിൽ ചെറിയൊരു ക്രിസ്പിനെസ് ഉണ്ടാവും കേട്ടോ. ചൂടാറിക്കഴിഞ്ഞാൽ ആ ഒരു സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ സാധാരണ ദോശയൊക്കെ അങ്ങനെ അതുപോലെ തന്നെയാണ്. അപ്പോൾ നമുക്കിപ്പോൾ പെട്ടെന്ന് എണീക്കാൻ കുറച്ച് വൈകി അല്ലെങ്കിൽ മാവൊന്നുമില്ല എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉറപ്പായിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.